ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെയും നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെയും നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. 9 ഓഫ് സോർഡ്സ്, Ace of Wands, Knight of Pentacles, Chariot. നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. Queen of Wands, High Priestess, Four of Pentacles, Seven of Pentacles. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് നമുക്കിവിടെ ആദ്യം 9 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഒരു വേദനയിലൂടെ അതല്ലെങ്കിൽ ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ വളരെയധികം വേദനിച്ച് ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഏസ് ഓഫ് വാൺസ്, നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലോർത്ത ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ആയിരിക്കും അമിതമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ വ്യക്തി നിങ്ങളോട് എന്തൊക്കെയോ തരത്തിലുള്ള നിങ്ങൾക്ക് മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയാണെന്ന് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു അവസ്ഥയാണെന്നും കാണിക്കുന്നുണ്ട്. ഉറക്കമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായിട്ടുള്ള അവസ്ഥ, ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നത്. അതാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ പഠിപ്പിച്ചതായിട്ട് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സിന്റെ മെസ്സേജ് ആണ്. ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ചു നിൽക്കാതെ സ്വന്തം ജീവിതത്തിന്റെ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ മറ്റാരുടെയോ കയ്യിലാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അതായത് ഒരു കാര്യത്തിന് ഒരു നിയന്ത്രണത്തോടു കൂടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് വളരെയധികം വേദന, അത് കൂടാതെ തന്നെ ആരോട് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു എനർജി. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഴയ രീതിയിലോട്ട് നിങ്ങൾ വരിക. നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കൈകളിൽ തന്നെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഈ ഒരു രീതിയിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ചിരിക്കാതെ, അത് കൂടാതെ സ്വന്തം എനർജി ഡ്രെയിൻ ചെയ്ത് കളയാതെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട് മാറുക. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് ഇതിലൂടെ ഇത് നിങ്ങൾക്ക് ഒരു കാർമിക് കണക്ഷനൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്നൊരു ബന്ധമൊക്കെയാണ്. അപ്പോൾ ഇതിലൂടെ പഠിച്ച പാഠങ്ങൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അതല്ലാതെ ഇത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. അപ്പോൾ കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന, ഒരു ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു എനർജിയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു വരിക. സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കൈകളിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, ആ ഒരു രീതിയിലോട്ടായി മാറുക. അത് കൂടാതെ ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ക്യൂൺ ഓഫ് വാൺസും ഹൈ പ്രീസ്റ്റസും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർ വളരെയധികം സന്തോഷത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പെട്ടെന്നൊരു ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, മറ്റുള്ളവരിൽ പെട്ടെന്നൊരു ആകർഷണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു
ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും പറയാതെ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് സ്വാർത്ഥത കൂടി നിറഞ്ഞൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവർ തെറ്റ് ചെയ്താൽ പോലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഓർത്ത വ്യക്തിയെ കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ജോബായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. ഇവർ ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിന് ഒരുപാട് നാളുകളായി ഒരു വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയും ഈ ഒരു വ്യക്തി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ ഓർത്ത വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് ഒരു എനർജിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആള് വളരെയധികം, നിങ്ങൾ ആരെയാണോ ഓർത്തത് ആ ഒരു വ്യക്തി വളരെയധികം ഹാപ്പിയാണ്. ആളുടേതായ ആ ഒരു ജീവിതത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾ നേരെ ദുഃഖത്തിലാണ്. ഒരു വല്ലാത്തൊരു ആരും മനസ്സിലാക്കാൻ അതായത് ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്കില്ലാത്തൊരു അവസ്ഥയാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അതായത് നിങ്ങൾ ആരെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട. പകരം നിങ്ങൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് വരിക, സ്വയം മുന്നോട്ട് പോവുക. അതിലൂടെ നിങ്ങൾക്കൊരു വിജയത്തിലോട്ട് എത്തിച്ചേരാൻ കഴിയുമെന്ന് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു സക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരിക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഊർജ്ജം കളയാതിരിക്കുക. ഇതാണ് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.